നമ്മൾ പോയാ ഇവനും ചേച്ചിക്കും കൂടി മീനാക്ഷി ഉപദ്രവിക്കാനുള്ള ആവേശം കൂടും. കടുവാക്കൂട്ടിലേക്ക് മാൻകുട്ടി എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യവാദം. മക്കൾ പറയുന്നത് നമുക്കനുസരിക്കാം, അല്ലേ രാജലക്ഷ്മി? ഞാൻ അമ്മയോട് അപേക്ഷിക്കുക, അമ്മയുടെ കൺവെട്ടത്ത് പോലും ഞാൻ വരില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോളാം. പക്ഷേ മീനാക്ഷിക്ക് വേണ്ടി അമ്മയുടെ ഈ തീരുമാനം മാറ്റണം. ഇതുപോലൊരു മകളെ സംരക്ഷിക്കാൻ ഭാഗ്യമില്ലാതെ പോയൊരു ഗതികെട്ട അച്ഛന്റെ അപേക്ഷയാണ്. ഈ പറഞ്ഞത് അനുസരിക്കമ്മേ. എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ മുത്തശ്ശി. ഗത്യന്തരം ഇല്ലാതെ വന്ന ഞാൻ ആത്മഹത്യ ചെയ്യും. അയ്യോ മോളെ, എന്നാ അങ്ങനെ തീരുമാനിക്കാം, അല്ലേ കൈമളേട്ടാ? അങ്ങനെ തീരുമാനിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ മീനാക്ഷി നമുക്ക് നഷ്ടപ്പെട്ടു പോവും. ശരി, നമ്മളാരും ഇനി ചെമ്പകമംഗലം വിട്ടു പോകുന്നില്ലേ? ദൈവമേ, എനിക്ക് നന്ദി. കാര്യങ്ങളൊക്കെ ശരി തന്നെ. ഈ തറവാട് ഇഷ്ടദാനമായി കൊടുത്തതുകൊണ്ട് ഇതിലെല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അത് ഇതുവരെ തെളിയിച്ചിട്ടില്ല. അത് തെളിയിക്കണമെങ്കിൽ അതിന് കോടതിയിൽ പോണം. കേസും കൂട്ടമൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ വീട്ടിന് തുല്യമായ ഒരു അവകാശം എനിക്കും ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും സമ്മതിച്ചല്ലോ. പക്ഷേ എല്ലാരും ഒരുമിച്ച് ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യും? ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈ വീട് രണ്ടായി ഭാഗം വെക്കണം. അതെന്തിനാ? ഇവർക്ക് വട്ടാണെന്ന് തോന്നുന്നു. എടാ, കാർത്തിക് വെറുതെ ഇരിക്കൂടാ. മനസ്സിലായില്ല. അവൻ നമ്മളെ തിരക്കി പുറകെ വരുമോന്ന്. എന്താ സംശയം? അതെ, നിന്നോട് മാപ്പൊക്കെ പറഞ്ഞ് ഓമനയായിട്ട് സ്വീകരിക്കാനൊന്നുമല്ല. എന്നെയും നിന്നെയും തേടി പിടിച്ച് വളരെ സൗമ്യമായി നമ്മുടെ കാലും കൈയും തല്ലി ഒടിക്കാനായിട്ട്. അതെ, നമ്മൾ വീണ്ടും MC റോഡിലോട്ടാണോ? ഇനി കുറേ ദൂരം MC റോഡിലൂടെയാ. പിന്നെ നമുക്ക് NH-ലേക്ക് കയറാം. നന്നായിരിക്കും. അതെ, ഇതെന്താ വീണ്ടും പോക്കറ്റ് റോഡിലോട്ട് കയറിയത്? ഇതിലേ പോയ അപ്പുറത്തെ വഴി കയറാം, എളുപ്പ വഴിയാ. ഓ,
ഇപ്പൊ എന്തായി? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ? സന്തോഷമായില്ലേ? സന്തോഷമൊക്കെ തന്നെ. ചെമ്പകമംഗലത്തുകാര് നാണക്കേട് കൊണ്ട് നാട് വിടേണ്ട അവസ്ഥയിലെത്തി. പക്ഷേ 1-2 കാര്യങ്ങൾ എന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചു. അതെനിക്കൊരു ഷോക്ക് തന്നെയാ. എന്ത് ഷോക്ക്? അവൻ വളരെ ബുദ്ധിപൂർവം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. രക്ഷപ്പെട്ടു പോയെന്നോ? അതെ. അവൻ കല്യാണ സ്ഥലത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ മുങ്ങുന്നത് കണ്ടപ്പോഴേ എന്റെ ആളുകൾ പുറകെ വിട്ടു. തിരുമലയിൽ വെച്ച് പിടികൂടി. എന്നിട്ട് അവൻ എന്നെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന മട്ടിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ പണമോ അന്നേരം? പണമടങ്ങിയ ബാഗും അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സംശയവും നമുക്ക് തരാത്ത മട്ടിൽ നിന്നിട്ട് ഓർക്കാപ്പുറത്ത് അവൻ മുങ്ങിക്കളഞ്ഞു. അപ്പോ അവൻ എന്നെ കൂടി വിഡ്ഢിയാക്കിയിട്ടല്ലേ കടന്നു കളഞ്ഞത്. ഇപ്പൊ തോറ്റുപോയത് ഞാനല്ലേ? അവൻ അതിബുദ്ധിക്കാരനാണല്ലോ. അവന്റെ അതിബുദ്ധിയാണല്ലോ ചെമ്പകമംഗലത്ത് അരങ്ങേറിയത്. രൂപ 1-2 അല്ല, 1.5 കോടി അവൻ കൊണ്ടുപോയിരിക്കുന്നത്. എന്റെ സപ്പോർട്ടോടു കൂടിയാ അവൻ ഇതൊക്കെ ചെയ്തത്. അവൻ എന്നെയും ചതിച്ചല്ലോ. ആ കാര്യത്തിൽ ഇന്ദ്രജ വിഷമിക്കണ്ട. അവനെ ഫോളോ ചെയ്ത് നമ്മുടെ ആളുകൾ പൊയ്ക്കോളും. സംശയം വേണ്ട. കിട്ടിയില്ലെങ്കിൽ അടുത്ത പണി ഞാൻ വേറെ കൊടുക്കാം. കല്യാണ സ്ഥലത്തേക്ക് പോയതുപോലെ അല്ലല്ലോ ഇന്ദ്രജ തിരിച്ചു വന്നത്. സന്തോഷമുള്ളൊരു കാര്യം നടന്നിട്ടും എന്താ വല്ലാത്തൊരു ടെൻഷൻ? മീനാക്ഷിയുടെ കാര്യത്തില സർ എനിക്ക് സങ്കടം. എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്റെ സ്വന്തം, എന്റെ അനിയത്തിയുടെ മകൾ. അവളെ ചെമ്പകമംഗലത്ത് നിന്ന് അടർത്തിയെടുത്ത് എന്റേതാക്കണമെന്ന് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അതിപ്പോ തകർന്നില്ലേ? അവളെ കാർത്തിക് താലി കെട്ടിയില്ലേ? അത് കാർത്തിക്കിന്റെ ഒരു പ്രതികാരം തീർക്കലല്ലേ? എന്തായാലും മീനാക്ഷി കരയേണ്ടി വന്നില്ലേ സർ? അതല്ലല്ലോ എന്റെ ആഗ്രഹം. ചെമ്പകമംഗലത്തുകാർ എല്ലാവരും കരയണം. മീനാക്ഷി എന്റെ കൂടെ പോരുകയും ചെയ്യണം. ഇന്ദ്രജയുടെ ആഗ്രഹം നടക്കുമെന്ന എന്റെ പൂർണ്ണ വിശ്വാസം. മീനാക്ഷി ഇന്ദ്രജയെ തിരക്കി വരും. വെടക്കാക്കി തനിക്കാക്കാനുള്ള എന്റെ ശ്രമത്തിനിടയിൽ കരഞ്ഞത് മുഴുവൻ മീനാക്ഷിയാ. അതിലെനിക്ക് ദുഃഖമുണ്ട് സർ. അതൊന്നും സാരമില്ല ഇന്ദ്രജയെ. ഇന്ദ്രജ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് കാര്യങ്ങൾ വരും. ഇല്ലെങ്കിൽ നമ്മൾ വരുത്തും. നോ ടെൻഷൻ. ഇതെന്താ ഇവിടെ ഇങ്ങനെ? ഇതെന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു വര? ഈ കയറും മീനാക്ഷി ചേച്ചി, നമ്മളെന്താ ഇന്ത്യയും പാകിസ്ഥാനും ആയോ? ഇതിന്റെ അകത്ത് വാറ് വല്ലതും ഉണ്ടായോ? ഇതൊരു മാതൃകാ ഭവനമാണ് മോളെ. മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ മാതൃകാ ഭവൻ. ഇതിനകത്ത് വാറും ഉണ്ടാവും പീസും ഉണ്ടാവും. വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും. എന്താ അപ്പച്ചി? അപ്പച്ചിയും തൊപ്പിപ്പാളയൊന്നും അല്ല, ഒരപ്പച്ചി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ആരും ഈ കയറ് കെട്ടിയിരിക്കുന്നതിന് ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല. ഈ വീട്ടിലെ ആ ഏരിയ മാത്രമേ നിങ്ങൾക്കുള്ളൂ.
അവിടെ നിങ്ങൾ വിഹരിക്കുവോ വിലസുവോ ഒക്കെ ചെയ്തു. ഇങ്ങോട്ടെങ്ങനെ കാലെടുത്ത് വെച്ചാലേ കാലിങ്ങൻ വെട്ടും. ഈ വീട് രണ്ടായിട്ട് ഭാഗം വെച്ചതാ. അതായത് അടുക്കള മുതൽ ടോയ്ലറ്റ് വരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഭാഗത്ത് മാത്രമേ നിങ്ങൾ നിൽക്കാവൂ. ഇന്ത്യയും പാകിസ്ഥാനും പോലെ തന്നെ ഒരാള് പോലും ഇപ്പുറത്തേക്ക് കടന്നു വരരുത്. കടന്നു വന്നാ കളി മാറും. കൗരവരും പാണ്ഡവരും പോലെ തന്നെ വ്യവസ്ഥകൾ ലംഘിച്ച ചെകിട്ട് തടി പൊട്ടും കേട്ടോ. വീടും വസ്തുക്കളും ആർക്കും എപ്പോ വേണമെങ്കിലും ഭാഗം വയ്ക്കാം, അടർത്തി മാറ്റാം. പക്ഷെ മനസ്സുകളെ കീറി മുറിക്കാൻ പറ്റുമോ? ഒരു ദത്തുപുത്രിയും വളർത്തമ്മേ. ഇവളെ ഈ മീനാക്ഷിയെ ഞാൻ ഈ വീട്ടിൽ ഒരു സ്വസ്ഥതയും കൊടുക്കില്ല. ചരിത്രത്തിൽ ആരും കണ്ടിട്ടില്ലാത്തൊരു അമ്മായിയമ്മ ഞാനതാവും. സ്വന്തം മകന്റെ അനുഗ്രഹത്തോടെ അവന്റെ ഭാര്യയെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നൊരു അമ്മായിയമ്മ. യുവമാർക്ക് വേറെ പണിയൊന്നുമില്ല. എന്താ എന്താ അവിടെ? കണ്ടില്ലേ, ചെക്കിങ്ങാ. എനിക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബുക്കും പേപ്പറും ഒക്കെ കറക്റ്റാ. ടാക്സി ആണോ? അതെ. ബുക്കും പേപ്പറൊന്നും വേണ്ട, ഇത് വേറെ ചെക്കിങ്ങാ. തല കുനിച്ചിരിക്കാൻ. കാർത്തിക്കിന്റെ ഓർഡർ പ്രകാരമുള്ള ചെക്കിങ്ങാ നമ്മളെ കൊടുക്കാൻ. ദൈവത്തോട് പ്രാർത്ഥിക്കേ, അല്ലാതെ ഒരു മാർഗവുമില്ല. ഈ മുതലുകൾ തന്റെ കാരണത്തുണ്ടോ? എന്താടോ? സർ, ഇവരാണ് സർ എൻ്റെ കാറിനകത്തുള്ളത്. അവര് കുടുങ്ങിയടോ. വലിച്ച് പുറത്തേക്കിട്ട് ആദ്യത്തേടി എന്റെ വക. അതിനുശേഷം നിങ്ങൾ വാ. എവിടെയാടോ? അവര് രക്ഷപ്പെട്ടല്ലോ സാറേ.
അച്ഛാ, എന്റെ മോളെ, നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. വിധി ഒരു കുറ്റവാളിയാക്കി മാറ്റിയെങ്കിലും ഞാൻ നിന്റെ അച്ഛനല്ലേ? എന്ത് ചെയ്യാച്ചാ? എനിക്കിത് സഹിക്കാതെ നിവർത്തിയില്ല. ഞാനിത് അനുഭവിക്കേണ്ടവളായിപ്പോയി. ഇത്തരം ക്രൂരമായ ശിക്ഷ അനുഭവിക്കേണ്ട തെറ്റൊന്നും എന്റെ മോള് ചെയ്തിട്ടില്ല. ഇത് കണ്ടു നിൽക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. എനിക്കെന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച, നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ച, ഞാൻ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. നിന്നെ വേദനിപ്പിക്കുന്നവരെ ഞാൻ വെറുതെ വിടുകയില്ല. അച്ഛാ, എന്റെ മോൾക്ക് വലിയൊരു ഭാവിയുണ്ട്. അത് നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. അച്ഛാ, അറിഞ്ഞോ അറിയാതെയോ മൈഥിലിയുടെ ഒളിച്ചോട്ടത്തിന് ഞാനും ഒരു കാരണക്കാരിയായിപ്പോയി. ആ കുറ്റബോധമാ എന്നെ ഇവിടെ ഈ ACPയുടെ ഭാര്യയായിട്ട് നിലനിർത്തുന്നത്. അവള് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിയതിന് നിനക്കെന്ത് ചെയ്യാൻ പറ്റും? നീ എന്ത് തെറ്റ് ചെയ്തു? വൈശാഖും മൈഥിലിയും തമ്മിലുണ്ടായിരുന്ന പ്രണയത്തിന് നീ കാരണക്കാരിയാണോ? അവരുടെ പ്രേമത്തിന്റെ മീഡിയേറ്റർ നീ ആയിരുന്നോ? അല്ലല്ലോ. അവരെ നീ പ്രോത്സാഹിപ്പിച്ചോ? ആ വൈശാഖ് എന്നെ പറ്റിക്കുകയായിരുന്നു. മൈഥിലി അവനും തമ്മില് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല. സംശയം തോന്നിയതാ. അന്നേരമൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. പക്ഷേ അമ്മയ്ക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്റെ മോള് നിരപരാധിയ. ഇത്തരമൊരു ശിക്ഷാവധി നിന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചത് കാർത്തിയുടെ ധിക്കാരവും അതിലുപരി അവന്റെ എസ്കേപ്പിസവുമാണ്. കാർത്തിക്ക് കല്യാണം കഴിച്ചിട്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ 1 വർഷത്തിന് മേലെയായി. ആ കാലം മുതൽ മാലതിയുടെ ആങ്ങൾ എന്നുള്ള പരിഗണനയിൽ ഈ വൈശാഖും ഇവിടെ കയറിക്കൂടി. ഭാര്യയ്ക്കൊരു അവിഹിത ബന്ധമുണ്ടെന്നുള്ള കാര്യം 1 കൊല്ലമായിട്ട് ഇവൻ എന്താ കണ്ടുപിടിക്കാതിരുന്നത്? ഭാര്യയുടെ മനസ്സ് മറ്റൊരുത്തന്റെ പുറകെയാണെന്ന് ഇവൻ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ഇവൻ വലിയ പോലീസ് ഓഫീസറല്ലേ? വലിയ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന മഹാനല്ലേ? എന്തുകൊണ്ട് ഇവന് ഭാര്യ ചെയ്യുന്ന കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഭാര്യയെ അമിതമായിട്ട് വിശ്വസിച്ചവൻ പമ്പര വിഡ്ഢിയ, ഒരു മരമണ്ടൻ. മാത്രമല്ല, ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ ഒളിച്ചോടിയെങ്കിൽ അതൊരു പരിധിവരെ ഭർത്താവിന്റെ കഴിവുകേട് തന്നെയാണ്. പിടിപ്പ് കെട്ടവനെന്നും കഴിവ് കെട്ടവനെന്നൊക്കെ സമൂഹം ഇവനെ മുദ്ര കുത്തും. അച്ഛാ, കല്യാണത്തിന് മുമ്പ് അവൾ മറ്റൊരാളെ പ്രണയിച്ചിരുന്നെങ്കിൽ കല്യാണത്തിന് ശേഷം അവളെ തന്റെ ഹൃദയത്തിന്റെ ഭാഗമാക്കണമായിരുന്നു. അതിലുപരി അവളുടെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും ഇളക്കി പ്രതിഷ്ഠിക്കാൻ പറ്റാത്തൊരു വിഗ്രഹമായിട്ട് ഭർത്താവ് മാറണമായിരുന്നു. അതൊക്കെയാണ് ദാമ്പത്യ ബന്ധം. ഇതിനൊന്നും കഴിയാത്തത് കാർത്തിയുടെ കഴിവുകേട്. ഈ കഴിവുകേട് മറച്ചു വയ്ക്കാനാ അവൻ എല്ലാ ശിക്ഷകളും കൂടി എന്റെ മോളുടെ മേൽ കെട്ടിവെച്ചത്.